ഉറങ്ങാണ്ട് ഇവിടെ ഒന്നും തീർക്ക? ഒന്നുമില്ല. ഒന്നുമില്ലെന്നാ? നീ ഉറങ്ങാതെ നിന്നെ ഇവിടെ വന്നിരിക്കണപ്പാ? എനിക്ക് ഉറക്കം വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ലാപ്ടോപ്പിലൊരു സിനിമ കാണാന്ന്. സിനിമയാ? ലാപ്ടോപ്പിലാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നീ ലാപ്ടോപ്പിൽ സിനിമ കാണാണെന്ന്. പൊതുവേ ഞാൻ കാണാറില്ല, പക്ഷെ ഇന്ന് കാണാന്ന് വിചാരിച്ചു. ഉറക്കം വന്നില്ലല്ലോ. എന്നാ എന്തായാലും എൻ്റെ ഉറക്കം പോയി. മോനായിട്ട് പോയി കിടന്നോ? നാളെ ഓഫീസിൽ പോകണ്ടല്ലേ, വെറുതെ ഉറക്കം കളയണ്ട. അത് കുഴപ്പമൊന്നുമില്ല. എന്തായാലും എൻ്റെ ഉറക്കം പോയി. ഞാൻ പടം നോക്കട്ടെ. ഏത് പടമാണ് വേണ്ടത്? അല്ല മണി, ഈ ലാപ്ടോപ്പിൽ സിനിമയുണ്ട് നിന്നോട് ആരാ പറഞ്ഞത്? നിനക്കെങ്ങനെ അറിയാം? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വരുന്ന? ഞാൻ പോയി കിടക്കട്ടെ. അച്ഛാ, ചായ. അമ്മ എവിടെ? അമ്മ താഴെയുണ്ട്. അച്ഛന് ചായ കൊണ്ട് തരാൻ വേണ്ടി എന്നോട് പറഞ്ഞേക്കുമായിരുന്നു. നീ റെഡി ആവണല്ലേ? പോണ്ടേ? എവിടെ? സ്കൂളില്. അച്ഛന് സ്കൂളൊക്കെ അടച്ചില്ലേ? ഞാനത് ഓർത്തില്ല. അച്ഛനും അമ്മയൊക്കെ എന്താ പറ്റിയേ? രാവിലെ മുതൽ എന്തോ പരസ്പര ബന്ധം ഇല്ലാത്ത കാര്യമാണല്ലോ ഈ പറഞ്ഞു നടക്കുന്നേ. അമ്മ എന്താ പറഞ്ഞേ? എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾ തമ്മിൽ വല്ല വഴക്കാണോ? എന്റെ അറിവിൽ അങ്ങനൊന്നുമില്ല. അല്ല, അച്ഛന്റെ ഡ്രസ്സൊക്കെ എന്നോട് അയൺ ചെയ്യാൻ പറഞ്ഞു വിട്ടു. നിന്നോട് അയൺ ചെയ്യാൻ പറഞ്ഞ? അതല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അച്ഛന്റെ എന്തെങ്കിലും കള്ളത്തരം അമ്മ കണ്ടുപിടിച്ചു കാണും. അതായിരിക്കും പ്രശ്നം. എന്തായാലും ചായ കുടിക്കോ, തണുത്തു. നല്ല ചൂട് വേണ്ട, മതി. ശരി. ഇയാൾ എന്തിനാ രാവിലെ വിളിച്ചോണ്ടിരിക്കും? പറയടോ. ഹലോ വക്കീലേ, ഇന്ന് അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ പറ്റുമോ? എടോ, ഞാൻ നല്ല തിരക്കിലാടോ. കാര്യം പറ. ഇതെന്താണെന്ന് കുറച്ച് ദിവസമല്ല, എപ്പോ തിരക്കിലാണല്ലോ. അത് ശരി. എടോ, ഞാനൊരു ലീഡിങ് വക്കീലല്ലേ, പിന്നെ തിരക്കില്ലാതിരിക്കോ? ആവണിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഞാൻ ഇന്നലെ രാത്രി നോക്കിയപ്പോഴേക്കും ഇവളെൻ്റെ ലാപ്ടോപ്പിൽ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് വെച്ചപ്പോൾ ഇവള് പറഞ്ഞേ ഉറക്കം വന്നില്ല, സിനിമ കാണാനെടുത്തേണ്. ഇന്ന് രാവിലെ ചായ എൻ്റെ കയ്യിൽ കൊണ്ടുവരാതെ ആവണി മോളുടെ കയ്യിലാണ് കൊടുത്തു വിട്ടത് ചായ. അത് വലിയ അപകടമൊന്നുമില്ലടോ. ലാപ്ടോപ്പ് എടുത്ത് നോക്കിയല്ലേ, ചിലപ്പോൾ സിനിമ കാണാൻ തന്നെ ആയിരിക്കും. പിന്നെ തനിക്ക് ചായ കൊണ്ട് തന്നില്ലേ. ഇനിയിപ്പം മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു ചായ പോയിട്ട് പച്ച വെള്ളം പോലും എനിക്ക് തരില്ല. പിന്നെ ചായ കുടിച്ചിട്ട് തനിക്കാണെങ്കിൽ ഒരു കുഴപ്പം പറ്റിയിട്ടുമില്ല. കാരണം താൻ വലിയതായിട്ട് പേടിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ലടോ. ആശ്വാസമായി. ഇതാ ഞാൻ വക്കീലിനടക്കം വിളിക്കണേ. വക്കീലിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ എന്തൊരു സമാധാനമാണ്. ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? ഞാൻ ഫ്രീ ആയിട്ട് തന്നെ വിളിക്കാടോ. സംസാരിച്ചിരുന്ന അടി പിടിക്കും. അടി പിടിക്കോ? അടി പിടിക്കുമെന്നല്ല, അഫിഡവിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി 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 വക്കീലെ. വർക്കൗട്ട് ആയില്ലേ? ഇല്ല, ഞാൻ ലാപ്ടോപ്പും ഫോണും ഒക്കെ എടുത്ത് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതാ. അപ്പോഴത്തേക്ക് മോനേട്ടനും ഇറങ്ങി പുറകെ വന്നു. ഞാൻ കുറെ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. അല്ല, നീ ഇതാ നോക്കുന്നത് മോനെ കണ്ടോ? ഇല്ല, അത് കണ്ടില്ല. പക്ഷെ അതിൽ നീ പറഞ്ഞിരുന്ന പോലെ പാസ്വേഡ്സ് ഒന്നും സേവ്ഡ് ആയിരുന്നില്ല. സേവ്ഡ് അല്ലേ? അല്ല, അത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും സേവ്ഡ് അല്ല. പിന്നെ കൂടുതലൊന്നും എനിക്ക് നോക്കാനും പറ്റിയില്ല. അപ്പോഴത്തേക്ക് മോനേട്ടൻ വന്നു. ഈ ഐഡിയ ഒന്നും വർക്ക്ഔട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്പിളി. നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. വേറെ ഐഡിയ എന്ന് പറയുമ്പോ 2 വഴികൾ അടഞ്ഞു. പോസ്റ്റ്മാനും പാളി, പിതും പാളി. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കൊരു കാര്യം തോന്നുന്നത് എന്താന്ന് വെച്ചാലേ, എൻ്റെ പരിചയത്തിലൊരു ചേച്ചിയുണ്ട്. അവരൊരു ഗവൺമെന്റ് സ്റ്റാഫാ. അവർക്ക് ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരും. ഞാൻ അവരൊന്ന് വിളിച്ചു നോക്കാം. അവര് എവിടെയാ ഉള്ളതെന്ന് അറിയില്ലോ, നോക്കട്ടെ. ഹലോ, ചേച്ചി, ഞാൻ ആവണിയാ.
ആ ചേച്ചി എവിടെയുള്ളേ? എനിക്കൊന്ന് കാണണമായിരുന്നു, കുറച്ച് കാര്യങ്ങൾ അറിയാനായിരുന്നു. ആണോ? എന്നാ ഞാനൊന്ന് അങ്ങോട്ട് വന്നോട്ടെ. ഒരു കാര്യം ചെയ്യോ, എനിക്ക് ആ ചേച്ചിയുടെ ലൊക്കേഷനെ ഒന്ന് വാട്സാപ്പ് ചെയ്ത് തന്നേക്കോ. ശരി ചേച്ചി, ഞാൻ പെട്ടെന്ന് എത്താം. ശരി ശരി. എടാ, അവർ വീട്ടിലുണ്ട്, നമുക്കൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. അവർ ലൊക്കേഷൻ അയക്കും, നീ ഇതൊന്ന് നോക്ക്, ഞാൻ പോയിട്ട് ഹെൽമെറ്റ് എടുത്തിട്ട് വരാം. ആവണി, നീ ഇതെവിടെ പോണ്? എനിക്ക് ഒരു അത്യാവശ്യമുണ്ട്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. നീ ഇത് എന്തിനുള്ള പുറപ്പാടാണ്? മോഹനോട് പറഞ്ഞിരുന്നാ? ഞാൻ എന്തിനാ പ്രത്യേകിച്ച് പറയുന്നത്? ഞാൻ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ അമ്മ വിളിച്ച് പറയില്ലേ? ഞാൻ പറയും. നീ എങ്ങോട്ടാണ്, എന്തിനാണ്, എവിടെയാണ് പോണെന്ന് എനിക്കറിയോ. എന്തെങ്കിലും പറ്റിയ എന്ത് ചെയ്യും? വല്ലയിടത്തോട്ട് പോകാൻ ഇറങ്ങുമ്പോഴെങ്കിലും ഒരു നല്ല വർത്താനം പറഞ്ഞൂടെ അമ്മ? അമ്മ, ഞാൻ ഇന്ന സ്ഥലത്തോട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണെങ്കിൽ ശരി. ഇതിപ്പോ ആ അമ്മ, ഞങ്ങളൊരു അത്യാവശ്യത്തിന് പോകുന്നതാ. അതെന്താണെന്ന് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ സമയമാകുമ്പം ഞാൻ പറയാം. ഇത്രയും ദാഷ്ട്യം ഞാൻ ആർക്കും കണ്ടിട്ടില്ല. ദാഷ്ട്യോ? നല്ല വാക്കല്ലേ? ഇന്നലെ സൂം മീറ്റിംഗിൽ സുധ ചേച്ചി പറഞ്ഞതാ. സുധ ചേച്ചി പറയണതേ നല്ലത് മാത്രം എടുത്താ മതി, ബാക്കി എടുക്കണ്ട. ദാഷ്ട്യം പോലും. ആ ഇത് തന്നെ വീട്. നിർത്ത്. ആവണിയല്ലേ? വക്കീലെന്താ ഇവിടെ? ഇതെന്റെ വീടാ. ഇത് സുധ ചേച്ചിയുടെ. ആവണി എത്തിയോ? എന്താ? എടാ വാ, അകത്തേക്ക് വാ. എന്താ എന്തുപറ്റി? അവിടെ കണ്ടത് ഹസ്ബൻഡാണോ? അതെ, നാരായണ വക്കീലിനെ അറിയോ? അറിയാം, മോഹനേട്ടൻ്റെ ഫ്രണ്ടാണ്. ചേച്ചി, പക്ഷെ ഞാനിവിടെ വന്ന വിവരം മോഹനേട്ടൻ അറിയരുതെന്ന് വക്കീലിനോട്. ഓ, അതിനെന്താ, ഞാൻ പറയാം. വക്കീലേ. ഓ, എന്താ സുധേ? ഇതെന്റെ ഫ്രണ്ടാണേ, ആവണി. ഹലോ. ഹലോ. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയാമെന്നാണല്ലോ ആവണി പറഞ്ഞത്. പറഞ്ഞോ? അറിയാം അറിയാം അറിയാം, എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ. ആവണി ഇന്ന് ഇവിടെ വന്ന കാര്യം അവളുടെ ഹസ്ബൻഡ് അറിയാൻ പാടില്ല. ഇല്ല, അറിയാൻ പാടില്ല. ഇല്ല, അറിയില്ല. സുധ പറഞ്ഞില്ലേ? അറിഞ്ഞെന്ന് ഞാൻ എങ്ങാനും പിന്നീട് അറിഞ്ഞ ഞാൻ പറയില്ല സുധേ. ആ, എന്നാ കുഴപ്പമില്ല. വക്കീലെ, ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. അയ്യോ, ഒന്നും വേണ്ട ചേച്ചി. ഏയ്, അതിന് കുഴപ്പമൊന്നുമില്ല, വക്കീലെടുത്തോളൂ. വക്കീലെ, കുടിക്കാൻ എടുക്ക. ഓ, ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ, അമ്പിളി. ആഹാ, എന്ത് ചെയ്യുന്നു? ഞാൻ പുറത്തിറന്നു, ഇപ്പൊ ഇവിടെ നാട്ടിലൊരു ബിസിനസ് നോക്കുന്നു. അവിടെ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ചേച്ചിക്ക് അറിയാലോ, ഞാൻ ഇത്രയും കാലം കിടന്ന് കഷ്ടപ്പെടുന്നത് ഒരു ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈയിടെ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു എനിക്ക് ജോലി കിട്ടാത്തതിന്റെ കാരണക്കാരൻ മോഹനേട്ടനാണെന്ന്. ആദ്യം ഞാനതങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തില്ല, പക്ഷെ പിന്നീടും വിളിച്ചു. അതിനുശേഷം നടന്ന പല കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട്. എനിക്കതൊന്ന് ക്ലിയർ ചെയ്യണം ചേച്ചി. മോഹനൻ കാരണം എന്തായാലും ആവണിക്ക് ജോലി കിട്ടാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല. ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ നോക്കി അറിയാവുന്നല്ലേ ഉള്ളൂ. അവിടെയാണ് ചെറിയൊരു പ്രശ്നം. ആവണിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതും അത് ചെക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നോക്കുന്നതും മോഹനേട്ടനാണ്. ഇത്രയും ബോൾഡ് ആയിട്ടും ആവണി ഇതൊക്കെ മോഹനാണോ ഏൽപ്പിച്ചേക്കുന്നേ? അതിനൊരു കാരണമുണ്ട് ചേച്ചി. 19-ാം വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. അപ്പോൾ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുക. കല്യാണം കഴിഞ്ഞിട്ടും മോഹനേട്ടൻ എന്നെ പഠിക്കാൻ വിടുമായിരുന്നു. അന്നും ഒരു ഗവൺമെൻറ് ജോലി വാങ്ങണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹമുള്ളതും. ഡിഗ്രി ഫൈനൽ ഇയർ ആയിരുന്നപ്പോഴാണ് ഞാൻ മാളുവിനെ പ്രഗ്നൻ്റ് ആയത്. കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ മാളുവിന് കുഞ്ഞിൽ കുറച്ചധികം അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അപ്പോൾ എനിക്ക് പരീക്ഷയ്ക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മോൾക്കൊരു 4-5 വയസ്സായപ്പോഴാണ് ഞാൻ പിന്നെയും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം മോഹനേട്ടനോട് പറയുന്നത്. അതിന് മോഹനേട്ടൻ എതിർപ്പൊന്നും പറഞ്ഞുമില്ല. പക്ഷെ അപ്പോഴേക്കും ഞാൻ അബിയെ ക്യാരിങ് ആയി. 1-2 പ്രാവശ്യം കോച്ചിങ്ങിനും മറ്റും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലീഡിങ് തുടങ്ങി, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞു ഡോക്ടർ. അതോടെ ഞാൻ അതൊക്കെ നിർത്തിവെച്ച് റെസ്റ്റിലേക്ക് പോയി. ഡെലിവറിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു.
പലപ്പോഴും മോഹനേട്ടൻ ജോലിക്ക് പോകാതെ എന്നെ നോക്കിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത്രയും നന്നായിട്ട് മോഹനേട്ടൻ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ചായ എടുക്കാം ആവണി. അമ്പിളി ചായ എടുക്കാം. കുടിക്ക്. എന്നാ വക്കല് പൊക്കോ, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഗ്ലാസ് അല്ല അത് പിന്നെ എടുക്കാം. പൊക്കോ. ആ ബാക്കി പറയാവണേ. അബിയുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറേ നാൾ അങ്ങനെ പോയി. പിന്നെ വീണ്ടും ഒരു PSC ചർച്ച വന്നപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും മോഹനേട്ടനാണ്. എനിക്ക് മെയിൽ ഐഡിയും പാസ്വേഡും ഒക്കെ സെറ്റ് ചെയ്ത് തന്നതും എക്സാം എഴുതാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും അതുപോലെ ഇമ്പ്രൂവ് ചെയ്യേണ്ട പോർഷൻസ് ഒക്കെ പറഞ്ഞു തന്നതും ഒക്കെ മോഹനേട്ടനാണ്. അങ്ങനെ എല്ലാ സപ്പോർട്ടും മോഹനേട്ടൻ്റെ സൈഡിൽ നിന്ന് തന്നെ ആയിരുന്നു. അങ്ങനെയുള്ള ഒരാളെ ഞാൻ എന്തിനാ ചേച്ചി സംശയിക്കുന്നത്? ഈ ലോഗിൻ ഐഡിയും പാസ്വേഡും ആവണിക്ക് അറിയാമോ? ഞാനിതുവരെ ചോദിച്ചിട്ടില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരുന്നല്ലോ. ഇന്നലെ ഒരു ശ്രമം നടത്തി നോക്കി, പക്ഷെ നടന്നില്ല. ചേച്ചി, എനിക്ക് എൻ്റെ പേര് ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് അറിയണം. ചേച്ചി ഒരു ഗവൺമെൻറ് സ്റ്റാഫ് അല്ലേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ചേച്ചിക്ക്? ഞാനിപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, എല്ലാ ഡീറ്റെയിൽസും എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യും. ഞാൻ നോക്കട്ടെ എന്താ പറ്റുക എന്നുള്ളത്. ആ ശരി ചേച്ചി. അയച്ചിട്ടുണ്ട്. ആ താൻ ധൈര്യമായിട്ട് പൊക്കോ, താൻ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ശരി ചേച്ചി, ഞങ്ങളെന്ന് ഇറങ്ങുക. ഓക്കെ ശരി എന്നാ. എന്തിനാ അവന് സങ്കടപ്പെട്ടുകൊണ്ട് പോയേ? നിങ്ങളെന്തിനാ അതറിയുന്നേ? അല്ല, കൂട്ടുകാരൻ്റെ ഭാര്യ എന്തിനാ കരഞ്ഞോണ്ട് പോയെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അതിന്റെ കാര്യമൊന്നുമില്ല, സമയമാകുമ്പോ പറയാം. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? എന്തൊക്കെ അറിയണം നിങ്ങൾക്ക്? ഓഫീസിലൊന്നും പോണ്ടേ? ഓഫീസ് ഇങ്ങോട്ട് മാറ്റിയില്ലേ? 2-3 ക്ലയൻസ് ഇങ്ങോട്ട് വരാനുണ്ട്. പിന്നെ കുറെ പേരും കുറെ ക്ലയൻസ്. മോഹനെ വിളിക്കുമായിരിക്കും. ഇല്ല ഇല്ല ഇല്ല, ഞാൻ വിളിച്ചില്ല. ഇന്ന് ആവണി ഇവിടെ വന്നതും സംസാരിച്ചതുമായ ഒരു കാര്യങ്ങളും മോഹൻ അറിയാൻ പാടില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അതിന് ഞാൻ ഇവർ പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ. നിങ്ങൾ ആവണി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ വാതിലിന്റെ മറവിൽ നിന്ന് കേട്ടു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഒന്നും കേട്ടില്ല സുധേ. നിങ്ങളെ ഇന്നും ഇന്നലെ ഒന്നുമല്ലോ ഞാൻ കാണാൻ തുടങ്ങിയത്. ആവണി പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടു എന്നുള്ളതും അത് മോഹനെ വിളിച്ച് പറയൂ എന്നുള്ളതും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പുറകെ വന്നത്. അപ്പൊ അതേ കറക്റ്റായിട്ട് വിളിക്കുന്നു. ശരിയാ, ഞാൻ കേട്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത് മോനോട് പറയില്ല. ഈ കാര്യത്തിൽ 100% സുധയ്ക്ക് എന്നെ വിശ്വസിക്കാം. നിങ്ങൾക്ക് കള്ളം പോലും പറയാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കക്ഷികൾ പോലും ഇല്ലാത്തത്. സുധേ, ഒരു 5-6 കേസൊക്കെ ഉണ്ട്. 5-6 കേസുണ്ട്. മോനാ, തൻ്റെ കാര്യം പോക്കാടൂ. ഒരാളുടെ കാലൊടിഞ്ഞ് കഴിഞ്ഞ് തീർന്നില്ല. അപ്പോഴേക്കും അമ്മ എവിടെ? മേളുണ്ടാ? ഇല്ല അച്ഛ, അമ്മ എവിടെ ഇല്ല. അമ്മ എവിടെ പോയി? അമ്പിളിയങ്കളൂടെ പോയി. അമ്പിളിയങ്കളൂടെ പോയിന്ന് എന്നിട്ട് പറഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു? കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞില്ലേ അമ്മയ്ക്ക് എവിടെ പോവാറുണ്ട്. പിന്നെ ആരും പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയായിരുന്നു. അപ്പൊ അവള് ഇന്നും പറയാണ്ട് പോയി. അമ്മേ, എന്താടാ? അവനെ എവിടെ പോയമ്മേ? അവൾ പുറത്തു പോയതാണ്, ഇപ്പൊ വരും. അവളെ എവിടെ പോണെന്ന് പറഞ്ഞിട്ടാണോ പോയത്? ഇല്ല. എന്നിട്ട് അമ്മ എന്താ അവളോട് ചോദിക്കാഞ്ഞേ? അമ്മ അവൾക്ക് കൂട്ടുകാണാ? കൂട്ടു നിക്കണല്ലേ, അവർ ചെറുപ്പം മുതലേ പരിചയമുള്ള ആൾക്കാരല്ലേ, ഇപ്പൊ തന്നെ വരുമല്ലോ. എന്താ പ്രശ്നം? ഏത് ചെറുപ്പം തൊട്ട് എപ്പ തൊട്ട് കൂട്ടു തുടങ്ങിയെന്ന്? ഇന്നലെ അവിടെ ഈ വീട്ടിൽ എത്ര മണിക്കാണ് കയറി വന്നെന്നറിയോ? പാതിരാത്രിക്കാണ് ഈ വീട്ടിൽ അവള് കയറി വന്നത്. അച്ഛാ, കുറച്ച് ലേറ്റ് ആയാലും എന്താ, വന്നില്ലേ? വീട്ടിൽ അവൾക്ക് ഫോൺ വിളിച്ചെന്നു പറഞ്ഞാലെന്താ? മനഃപൂർവ്വം പറയാതെ പോയതേട്ടാ. ഇന്നലെ അമ്മയേട്ടനും ഒക്കെ പറഞ്ഞിട്ടും ഇന്നും പറയാതെ പോയതെങ്കിൽ നിങ്ങൾക്കൊക്കെ അത്ര വിലയാ തന്നിട്ടുള്ളൂ. വാർച്ച മിണ്ടാതിരിക്കോ? എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞൂടെ? എന്നാ അവളിനി ഈ വീടിന്റെ കോമ്പൗണ്ടിൽ കയറണ്ട. മാളു ഇതാകൊണ്ട് വെള്ളച്ച്. നീ പോടാ. മോഹനോട് പറയാൻ പറ്റില്ലെങ്കിലേ ഇനി അവളെ വീട്ടിൽ കയറണ്ട. നീ എന്തൊക്കെയാടി പറയുന്നത്? ഉള്ള കാര്യമേ പറഞ്ഞത്. നീ അകത്തോട്ട് വന്നേ. വീട്ടിലുള്ള കാര്യം മുഴുവൻ നാട്ടുകാരെ അറിയിക്കണ എന്തിനാണ്? ഓ, അവള് പിന്നെ ചെയ്യണമെന്ന് നാട്ടുകാർ അറിയണല്ലോ. ഈ അമ്പിളി കുമ്പിളി എന്ന് പറയണ ബൈക്കിന് മൊത്തം കറങ്ങണ്ടല്ല, നാട് മൊത്തം. അതൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് അതിനെ പറ്റിയൊന്നും പറയാനുമില്ല അല്ലേ? നീ മിണ്ടാതെ അകത്തോട്ട് വാ മോഹന.
ഒറ്റ ആളും ഈ ഗേറ്റ് തുറന്നു പോരുത്. ചേട്ടാ നാട്ടുകാർ കേൾക്കും. ചേട്ടാ അകത്തേക്ക് വന്നേ, ഏട്ടത്തിനോട് സംസാരിക്കാം. നീ വിടറാ. നീ എന്തിനാണ് അവനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. നീ എന്തെങ്കിലും കള്ളത്തരം കുണിഷ്ടോ കാണിച്ചു കഴിഞ്ഞാൽ നിന്നെ സപ്പോർട്ട് ചെയ്യണ ആവണിയാണ്. പിന്നെ നിന്റെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞ് രണ്ടാമത്തെ പിള്ളേരായിട്ട് വീട്ടിൽ പോയി നിന്നോളും. അപ്പൊ അതിന് നിന്നെ സപ്പോർട്ട് ചെയ്ത് ഓരോ കുണിഷ്ട ഐഡിയ പറഞ്ഞ ആവണിയാണ്. അതുകൊണ്ടല്ലേ നീ ഇപ്പൊ ആവണിനെ സപ്പോർട്ട് ചെയ്യണത്. ഈ കുടുംബത്തിനൊരു നിലയും വിലയുണ്ട്. അത് കളഞ്ഞു കുളിക്കണ പ്രവൃത്തി ചെയ്യല്ലേ മോന. അവന് വരട്ടെ, നമുക്ക് സംസാരിക്കാം. നീ അകത്തോട്ട് വാ. അമ്മ എന്തായിരുന്നിട്ട് ഈ പറയണത്? എടാ അകത്തോട്ട് കേറാൻ. ഹലോ ഹലോ സാർ. ആ ഞാൻ സുധയാണ് സാർ. സാർ എനിക്കൊരു ചെറിയൊരു ഹെൽപ്പ് വേണമായിരുന്നു. സാറിന് PSCയിൽ ആരെങ്കിലും പരിചയമുണ്ടോ? ഏയ് കൈക്കൂലിയൊന്നും കൊടുക്കാനല്ല, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ എക്സാം ഡീറ്റെയിൽസ് എടുക്കാനായിട്ടായിരുന്നു. പരിചയമുണ്ടോ സാർ? എന്നാൽ ഞാൻ സാറിന് വാട്സാപ്പ് ഇടാൻ ഡീറ്റെയിൽസ് മൊത്തം ഒന്ന് നോക്കിയിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അളിയാനിപ്പോ ഒന്നും നിന്നോട് ഞാൻ പറഞ്ഞില്ലടാ എന്നെ അളിയാന്ന് വിളിക്കരുതെന്ന്. എന്താളിയാ, ഞാൻ പണ്ടുപോലെ അളിയാന്നല്ലേ വിളിക്കാറ്. നീ ഇവിടെ കെട്ടാ നടന്നല്ലേടാ, പിന്നെ എന്നോ വരാൻ നിനക്ക് ഇവിടെ പെങ്ങളായത്. മോനേട്ടാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ഓ, മോഹനം ചെയ്യുന്നതൊക്കെ മര്യാദകേട്. നീ ചെയ്യുന്നതൊക്കെ മര്യാദ കൂടിയ കാര്യങ്ങളാണല്ലോ അല്ലേ? ചേട്ടാ പിള്ളേരൊക്കെ നിൽക്കണം. കേക്കട്ടാ, എല്ലാരും കേക്കട്ടെ. നീ പറ, നിന്റെ ഭാര്യ ഏതെങ്കിലും ഒരുത്തനോട് ഇങ്ങനെ കറങ്ങാൻ പോയിക്കണത് നീ സഹിക്കോ? നീ മിണ്ടായിരിക്കോ? എന്താടാ നിനക്കിപ്പം മറുപടി ഇല്ലേ? ഇവനങ്ങനെ ഏതെങ്കിലും ഒരുത്തനൊന്നും അല്ല. ഞങ്ങൾ കുഞ്ഞിലെ മുതൽ ഒന്നിച്ച് വളർന്നവരാ. പിന്നെ ലോകത്തെ എങ്ങൂല്ലാത്ത കൂട്ടുകാര്. അഞ്ചു നീ പറ, നീ ആണെങ്കിൽ ഇങ്ങനെ കണ്ട ചക്കന്മാരോട് ഇങ്ങനെ കറങ്ങി നടക്കോ? ഏയ് ഞാനിതുപോലൊന്നും ചെയ്യില്ല. അച്ഛാ ഈ ജനറേഷൻ ഒന്നും വലിയ പ്രശ്നമൊന്നും അല്ലെന്നേ. എല്ലാരും യൂണിറ്റി ഒക്കെ അല്ലേ, പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നേ വലിയ ആൾക്കാർ സംസാരിക്കുന്ന ഇടയിൽ വന്ന് പിന്നെ അച്ഛനും അമ്മയും വഴക്കിടുമ്പോ പിന്നെ അത് ആചരിക്കണ പിള്ളേരെ നിങ്ങൾ അകത്തേ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അച്ഛാ ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല. ഞങ്ങൾക്ക് അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയും. നീയൊക്കെ പറയും, നീ ഇവിടെ കണ്ടല്ലേ പഠിക്കണത്. എന്നെ കണ്ടുപിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഈ സ്വഭാവം കിട്ടായിരുന്നാ മതി. എന്റെ സ്വഭാവത്തിന് എന്താടി കുഴപ്പം? നിങ്ങൾ എല്ലാരും നിർത്തിയേ. എല്ലാരും കൂടെ എന്തിനുള്ള പുറപ്പാടാണ്? അടിച്ചു പിന്നെ രണ്ടു വഴിക്കാനുള്ള പരിപാടിയാണോ? ഇനി ഇതിന്റെ പേരൊരു ചർച്ച ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ കാരണമാണ് ഈ വീട്ടിൽ 2 ദിവസമായിട്ട് വഴക്ക് കിടക്കുന്നത്. നീ ഈ വീട്ടിലോട്ട് വരാതിരിക്കണ നല്ലത്. അവനിവിടെ വരണോ വേണ്ടോ എന്ന് അമ്മയാണോ തീരുമാനിക്കുന്നത്? അതെ, ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇതെന്റെ വീടാണ്. മോഹന, നിനക്ക് അമ്പലി ഇവിടെ വരുന്നതിൽ വല്ല പ്രശ്നമുണ്ടാ? ആ പ്രശ്നമുണ്ട്. പ്രകാശ, നിനക്ക് പ്രശ്നമുണ്ടാ? പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ടാ? പ്രശ്നമുണ്ട്. പ്രകാശേട്ടനും എനിക്കൊക്കെ പ്രശ്നമുണ്ട്. പ്രകാശേട്ടൻ എല്ലാരും മുന്നേ പറയാൻ മടിയായിട്ടാ. കേട്ടല്ല, ഇവിടെ എല്ലാവർക്കും നീ ഇവിടെ വരുന്നതിൽ പ്രശ്നമുണ്ട്. അവിടെ നിന്റെ കൂട്ടുകാരിക്കാരനല്ലേ പറഞ്ഞത്? ഇവളുടെ കുടുംബ ജീവിതം ഒന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയെങ്കിലും നീ ഇങ്ങോട്ട് വരാതിരിക്കണം. ഇല്ലമ്മ, ഇവിടെ എല്ലാവർക്കും എന്നെ കൊണ്ട് ഇത്രയും പ്രശ്നമൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇങ്ങോട്ട് വരില്ല. ആവണി, ഞാൻ ഇറങ്ങുക. ഇവിടെ ആർക്കും ഇഷ്ടമില്ലെങ്കിൽ നീ ഇങ്ങോട്ട് ഇനി വരണമെന്നില്ലടാ. റോഡ് ആരുടെയും വകയൊന്നുമല്ലല്ലോ. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചോളാം. അതുപോലെ നിനക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെയും വിളിക്കാം. ഗേറ്റിന് ഇപ്പുറത്തേക്ക് വരരുതെന്നല്ലേ ഉള്ളൂ. എനിക്ക് അങ്ങോട്ട് ഇറങ്ങി വരാമല്ലോ. അപ്പൊ നിനക്ക് വഴക്ക് അവസാനിപ്പിക്കണമെന്ന് താല്പര്യമില്ലേ? വഴക്ക് മാത്രമല്ല, എല്ലാം ഞാൻ അവസാനം ഇതൊക്കെ കുറച്ച് ഓവറാണ്. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചേപ്പാ? എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞൂടെ? എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറയാം. നീ എത്ര കാലം ഞാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഉള്ള കാലം എല്ലാവരും കൂടെ ഒരുമിച്ച് സമാധാനത്തോടെ കഴിയണമെന്ന് ഒരാഗ്രഹമുണ്ട്. സാധിച്ചു.
സോറിടാ, നിനക്ക് ഇൻസൾട്ടായിന്ന് എനിക്കറിയാം. നീ അത് വിട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ അകത്തേക്ക് കയറില്ല. നീ ഇതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. ഇല്ലടാ, പക്ഷെ എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. നമുക്കിതുവരെ മോഹനാണെതിരെ തെളിവൊന്നും കിട്ടിയിട്ടില്ല. ഒന്നും കാര്യമായിട്ട് അറിയണേക്കാട്ടും മുമ്പ് നീ ഇങ്ങനെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ നിൽക്കരുത്. ഇനി മോഹനാണൊന്നും ചെയ്തിട്ടില്ലെങ്കിലോ? എനിക്കറിയില്ലടാ ഞാൻ എന്തൊക്കെയാ പറയുകയും ചെയ്യുകയും ചെയ്യുന്നതെന്ന്. ഞാൻ മൊത്തത്തിൽ ബ്ലാങ്ക് ആണ്. എനിക്ക് നിൻ്റെ അവസ്ഥ മനസ്സിലാവും, പക്ഷെ സത്യം അറിയണമെന്നവരെ നീ ഒന്ന് കൂളാവണം. അമ്മ പറഞ്ഞതുപോലെ ജീവിതമാണ്. നീ മാളുവിൻ്റെ അഭിയുടെ കാര്യമൊക്കെ ചിന്തിക്കണം. നീ ചെല്ല്, സുധ ചേച്ചിനെ കാണാൻ പോകുമ്പോൾ ഞാൻ വിളിക്കാം. ശരി. അമ്മ എന്താ മാളു? അമ്മ എന്തിനാ അച്ഛനായിട്ട് എപ്പോഴും വഴക്കിടുന്നേ? അമ്മ വാ, അച്ഛനോടുള്ള പ്രശ്നമൊക്കെ തീർക്കാലോ. അച്ഛനോടുള്ള പ്രശ്നമൊക്കെ ഞാൻ സംസാരിച്ചു തീർത്തോളാം. നിങ്ങൾ ചെല്ല്. പറ്റില്ല, ഞങ്ങളോട് ഇപ്പൊ വാ, നമുക്ക് ഒന്നിച്ചു പോയി സംസാരിക്കാം. നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അമ്മ നിങ്ങൾ രണ്ടാളിങ്ങനെ വഴക്കുണ്ടായി ഞങ്ങൾക്ക് പിന്നെ എങ്ങനെ സമാധാനം കിട്ടും? അമ്മ വാ, അച്ഛനോട് പോയി സംസാരിക്കാം. വാ വാ, എനിക്ക് എനിക്ക് നടക്ക്. നടക്ക. അച്ഛാ, അമ്മ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ വന്നേക്കുവാ. വഴക്ക് കൂട്ടാനല്ല ഒന്ന് കുറയ്ക്കാനാണ്. അച്ഛാ, എന്ത് പ്രശ്നമാണെങ്കിൽ അങ്ങ് പറഞ്ഞു തീർക്ക്. അമ്മ കൈ തന്നെ വാ. അച്ഛാ, കൈതാ.